അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, തൊഴിലില്ലായ്മ രാജ്യത്തിൻ്റെ ശാപമാണ്. രാഷ്ട്രത്തെ അത് മുരടിപ്പിക്കും, വളർച്ചയും പുരോഗതിയും ഇല്ലാതെയാക്കും. തൊഴിൽ രഹിത സമൂഹം രാജ്യത്തെ എന്നും അസ്ഥിരപ്പെടുത്തും. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ യുവ പൗരന്മാരാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തൊഴിലധിഷ്ഠിത സമൂഹം നിലനിൽക്കണം, സാധ്യമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ത്വലബു കസ്ബിൽ ഹലാലി ഫരീളത്തുൻ ബഅദൽ ഫരീള. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസ്. തീർച്ചയായും നിർബന്ധിതമായ ആരാധന കർമ്മങ്ങൾക്ക് ശേഷം ജീവിത സാഹചര്യങ്ങളെ നിലനിർത്തുന്ന സഹായിക്കുന്ന സമ്പാദന മാർഗങ്ങളെ, സാമ്പത്തിക ശേഷിയെ അന്വേഷിക്കുക എന്നത് എല്ലാവർക്കും നിർബന്ധ ബാധ്യതയാണ്. അപ്പോൾ തൊഴിൽ രഹിത സമൂഹം എന്നത് ഒരു രാജ്യത്തെ ഒരിക്കലും ഉയർച്ചയിലേക്ക് കൊണ്ടുപോവുകയില്ല. രാജ്യത്തെ പട്ടിണിയിലേക്കും രാജ്യത്തെ അസ്ഥിരതയിലേക്കും കൊണ്ടുപോകുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഭൗതിക ലോകത്തെ ജീവിതം പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് ആധാരമാണ്. അതുകൊണ്ട് തന്നെ ഭൗതിക ലോകത്ത് ജീവിക്കുവാൻ ഭൗതിക വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതാണ് ധനം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൂടിയാണ് സമ്പത്ത് എന്നത്. നമുക്ക് ജീവിതത്തിനാവശ്യമായ ധനം, സാമ്പത്തിക മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാവശ്യമായ വഴികളെ നമ്മൾ തിരഞ്ഞെടുക്കണം. കൃഷി, അതുപോലെ തന്നെ മറ്റു കച്ചവടം, വ്യവസായം, കൈത്തൊഴിലുകൾ തുടങ്ങി സമ്പാദന മാർഗങ്ങളെ നമ്മൾ കണ്ടെത്തുകയും അതിൽ വ്യാപൃതരാകുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ സമ്പാദിക്കേണ്ടതും ജീവിതത്തിനാവശ്യമായ വഴികളെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അത് ധാർമ്മികപരമായിരിക്കണം, അനുവദനീയപരമായിരിക്കണം. തീർത്തും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ലോകത്തെ സമ്പാദനങ്ങളെല്ലാം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നല്ലത് തന്നെ സമ്പാദിക്കുകയും അപ്പോൾ നിഷിദ്ധമായതോ അല്ലെങ്കിൽ നിഷിദ്ധങ്ങളിലേക്ക് ചേർക്കുന്നതോ വഴിവെക്കുന്നതോ ആയ ഒരു സമ്പാദ്യവും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുൽ ബഖറയിൽ കാണാം, വലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങൾ പരസ്പരം തീർച്ചയായും ബാത്തിലായ, തീർത്തും ഗുണമല്ലാത്ത, അനുവദനീയമല്ലാത്ത സമ്പത്തുകൾ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന്, സമ്പാദിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ലാ തദ്ഖുലുൽ ജന്നത ജസദുൻ ഉഅദൻ ബിൽ ഹറാം. ഹറാമിൽമായി ബന്ധപ്പെട്ട് വളർന്നു നിൽക്കുന്ന, ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നിഷിദ്ധമായത് ഒരിക്കലും അവന് ഭക്ഷണമായോ അല്ലെങ്കിൽ അവൻ്റെ സമ്പാദ്യമായോ ഉണ്ടായിക്കൂടാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഒരു സ്ഥിരം തൊഴിൽ എന്നത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക്, നിർമ്മാണാത്മകമായ മുന്നേറ്റത്തിനും ഒക്കെ ആവശ്യമായി നിൽക്കുമ്പോഴും ഒരിക്കലും അധാർമികമായ, കുത്തഴിഞ്ഞ, അവിഹിതമായ സമ്പാദ്യവും ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് അപകടത്തിലേക്കായിരിക്കും എന്നതും നാം തിരിച്ചറിയണം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.